ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പണിസ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ നേരെ പോകുന്നത് തിരുവില്ലാമലയ്ക്കാണ്. നമ്മുടെ തിരുവില്ലാമല സെൻറ്റർ ഇതാണ് ഗൈസ്, തിരുവില്ലാമല സെൻറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ പോയത് ഫസ്റ്റ് തന്നെ പോയത് നമ്മൾ ചായക്കടയ്ക്കാണ്, അതായത് നമ്മുടെ രാജേട്ടൻ്റെ ചായക്കട, അതായത് വിനായക ടീ സ്റ്റാൾ. രാജേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ രാജേട്ടനെ പറ്റിയിട്ട് കുറേ പറയാനുണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ രാജേട്ടൻ്റെ ഭാഗം ഒരു നല്ലൊരു ചായ രാജേട്ടൻ എനിക്ക് തന്നു. അപ്പോൾ ഗൈസ് നല്ല പതപ്പിച്ച ചായയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മളൊരു നല്ലൊരു കായബജ്ജിയും കൂടി എടുത്തിട്ടുണ്ട്. കായബജ്ജിയും ചായയൊക്കെ കുടിച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് സമയം വൈകിയെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ പണിസ്ഥലത്തേക്ക് വിട്ടു. വേറെ എവിടെയല്ല ഗൈസ്, നമ്മൾ തിരുവല്ലാമലയിൽ തന്നെ ഇന്ത്യൻ ഓയിലാണ്. അപ്പോൾ ഇന്ത്യൻ ഓയിൽ പമ്പിൽ പോയപ്പോൾ അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. നമ്മൾ നേരെ നമ്മുടെ പണിസ്ഥലത്തേക്ക് പോയി. അവിടെ പണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എന്താ പണിയെന്ന്. അതേ ഗൈസ്, ബസ് കഴുകലാണ്. അപ്പോൾ നമ്മൾ നേരെ ബസ് കഴുകാനുള്ള കാർ വാഷൊക്കെ എടുത്ത് വെള്ളത്തിലേക്കൊക്കെ ആക്കി ഫുള്ള് സെറ്റാക്കി. എന്നിട്ട് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ നമുക്ക് ബോഡി ഫുള്ള് ഗ്ലാസ് ഫുള്ള് നമുക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സൈഡെത്തി. അങ്ങനെ സൈഡും ഫുള്ളായിട്ട് നമ്മൾ സെറ്റാക്കിയിട്ട് നമ്മൾ വെടുപ്പാക്കി വെച്ചിട്ടുണ്ട്. സ്പീഡ് കൂടിയോണ്ടാണ് കേട്ടോ ഗൈസ് ഇങ്ങനെ. നമ്മൾ മെല്ലെ ആവുള്ളൂ, കാരണം നല്ല പണി പറഞ്ഞാൽ നല്ല പണിയുണ്ട്. കാരണം എനിക്ക് അത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഞാൻ ഈ പണിക്ക് പോണത് വേറെ ഒന്നുമല്ല, കുറച്ച് ടൈറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പണിയൊക്കെ സെറ്റാക്കിയിട്ട് ഫുള്ള് നമ്മൾ ബസ്സൊക്കെ ക്ലീനാക്കി റെഡിയാക്കി. എന്നിട്ട് നമ്മുടെ ബസ്സിലത്തെ സാധനങ്ങൾ അതായത് സ്ഥലത്ത് തന്നെ നമ്മൾ കയറ്റി വെച്ചു, ടർക്കി വെച്ചു, അതിൻ്റെ തോട്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കി വെച്ചു. കണ്ടോ ഗൈസ് എന്ത് വൃത്തി കണ്ട. അപ്പോൾ നമ്മൾ ഫുള്ള് ഫസ്റ്റ് പണി കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ സെക്കൻഡ് ബസ് എത്തിയത്, അതായത് കൃഷ്ണകൃപ. നമ്മൾ കൃഷ്ണകൃപ ആദ്യം നമ്മൾ കഴുകി അങ്ങോട്ട് കുട്ടപ്പനാക്കി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു ഗ്ലാസ്. പിന്നെ നമ്മൾ നേരെ അതിൻ്റെ സൈഡ് ഗ്ലാസും സൈഡ് എല്ലാ ഭാഗവും നമ്മൾ ഉരച്ച് മിനുക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സെറ്റാക്കി നിൽക്കുന്ന ടൈമിൽ തന്നെ കുറേ പേര് നോക്കുന്നുണ്ട്, അത് പക്ഷേ കാര്യമില്ല. അങ്ങനെ നമ്മൾ ഫുള്ള് നമ്മൾ വെടുപ്പാക്കി കണ്ട തിളങ്ങനെ കണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നമ്മൾ ബക്കറ്റിലൊക്കെ ആക്കി ഫുള്ളാക്കിയിട്ട് നമ്മൾ ബസ്സിലേക്ക് കയറ്റി വെച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് 2 ബസ്സുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കുറേ വണ്ടികളുണ്ടാവും. അപ്പോൾ ഫുള്ള് സെറ്റാക്കിയിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു, കാരണം തീരെ വയ്യ, അമ്മാതിരി പണിയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് കൂട്ടുകാരൻ എനിക്ക് സ്പ്രൈറ്റ് കൊണ്ടുവന്ന് വരുന്നത്. അവനാണ് ഗൈസ് മനു, അവനാണ് എൻ്റെ കൂട്ടുകാരൻ, അതായത് എൻ്റെ ശിഷ്യൻ. അപ്പോൾ അവൻ സ്പ്രൈറ്റൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നു. ഞാനും കുടിച്ചു, അവനും കുടിച്ചു, അങ്ങനെ ഇരുന്ന് ഒരു പണിയില്ല, അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ വ്ളോഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്.